പോസ്റ്റർ ഇറങ്ങിയപ്പോഴേ കുറെ പേര് ഏന്നൊക്കെ ഞാൻ അവിടെ പോയി പേടിച്ച് പറിച്ച് എന്റെ ഫേസ് നിങ്ങൾ കാണാത്തോണ്ട് ഇങ്ങനെ നിൽക്കണത് അവിടെ. അതാണ് എന്റെ മനസ്സിൽ അവിടെ ഒക്കെ എപ്പോഴും പോയത്, ഇയാൾ ഇവിടെ ഇരിക്കും ക്യാമറ വെക്കുക, ഇങ്ങനെ ഇയാൾ ചെയ്യാൻ പോകുന്നത്. ഇയാള് കാരണം നമ്മളപ്പോ താഴോട്ട് നോക്കുമ്പോണ്ടാവും അവിടുന്ന് മറ്റേ ജിബുമായിട്ട് ആൾക്കാർ കയറി വരുന്നത്. അപ്പൊ ഇതിപ്പോ എവിടെ ഇടുക, ഇവരെവിടെ ഞങ്ങൾ കാണാത്തൊരു സ്ഥലം കണ്ടത്. ശരിക്കും അത് ഭയങ്കര എക്സൈറ്റിങ് ഇനി അയാളത് എങ്ങനെ അതിനെ ചെയ്യുന്നു എന്നുള്ളത്. റോപ്പ് ഇനി റോപ്പ് കിട്ടാൻ ഇവിടെ ആകാശം മാത്രമേ ഉള്ളൂ, അതിന്റെ മേലോട്ടൊരു സ്ഥലമില്ല. റോപ്പ് എവിടെ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അടിച്ചു വെക്കും. കാരണം ഇത് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പറയണോ എന്നുള്ള. അപ്പം ബാഹുലിനോട് അത് ഇങ്ങനെ പറയട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ബാഹുൽ ഇങ്ങനെ ചിരിച്ചിങ്ങനെ നോക്കിയതിന് വേണ്ട വേണ്ടട്ടാ ചേട്ടാ, ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇത് ഇങ്ങനെ പിടിച്ചാൽ മതി, ഇത് പറഞ്ഞാൽ മതി എന്ന് പറയാ. ഞാനിങ്ങനെ കണ്ണാടി നോക്കുമ്പോ ഇങ്ങനെയൊക്കെ എന്നെ ആക്കിയിട്ടാണല്ലോ ഞാൻ അഭിനയിക്കുന്നത് ഓരോ ദിവസം ഇറങ്ങണം. ഇത് ഞാനല്ല. അതിന്റെ എഴുത്തിൽ നിന്നാണ് അവന് ക്രൈം ഫയൽസിലേക്കുള്ളത് കിട്ടിയത്. ഇതിന്റെ റൈറ്റിംഗിൽ നിന്നാണ് അവന് ക്രൈം ഫയൽസിലേക്കുള്ള ഡോഗിന്റെ മഴ ഒരു രക്ഷയില്ലാത്ത മഴ. ഞാൻ ഒരുപാട് പടം നമ്മൾ മഴയത്ത് ഷൂട്ട് ചെയ്തു. I'll start with Sandeep. First of all, eco അല്ല echo. Echo. പിന്നെ നമസ്കാരം. ഈക്കോയുടെ വിശേഷങ്ങളുമായി സന്ദീപ്, നരേൻ, വിനീത്, ബിനു പപ്പു മീഡിയാനോടൊപ്പം സ്വാഗതം. ഞങ്ങൾ ഈക്കോ പേരിൽ തന്നെ ഫസ്റ്റ് ഒരു ഹുക്ക് കിട്ടി, ഈക്കോ എന്നുള്ള പേര്. അത് കഴിഞ്ഞിട്ടൊരു വണ്ടർഫുൾ ട്രെയിലർ വന്നു, ടീസർ വന്നു. സോ അതിൻ്റെ വിഷ്വൽ എല്ലാം കണ്ടിട്ട് അനദർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മൂവി എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ലൈക്ക് ദ എൻറ്റയർ കേരള വെയിറ്റ് ചെയ്യുന്നത്. ഈക്കോയുടെ സ്വാഭാവികമായിട്ടും ദിൽജിത്ത് അയ്യത്താൻ്റെയും ബാഹുലിൻ്റെയും ടീമിൽ നിന്ന് വീണ്ടും ഒരു കഥ വരുമ്പോൾ അതിൻ്റെ സ്റ്റോറി എന്തായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റി തന്നെയാണ് അതിലേക്കുള്ള ഫസ്റ്റ് ഹുക്കിംഗ് ഫാക്ടർ ഫോർ അസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈക്കോയിലേക്ക് ഹുക്ക് ചെയ്ത ഫാക്ടർ എന്താണ്? എവിടെയാണ് നിങ്ങൾ ഈക്കോ ആയിട്ട് കണക്ട് ചെയ്ത്? I'll start with Sandeep. First of all, eco അല്ല echo. Echo. പിന്നെ ഇതിലേക്കുള്ളൊരു ഹുക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ഇവർ ഈ ടീം തന്നെയാണ്. കിഷ്കിന്നകാന്ഡം എന്ന് പറയുന്ന ടീം ബാഹുലേട്ടനും ദിജിത്തേട്ടൻ്റെയും അവരുടെ ഒരു കോമ്പിനേഷനും അവർ ചെയ്തു വെച്ചേക്കുന്ന സിനിമയുടെയും ഇംപ്രഷൻ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇംപ്രഷനിൽ തന്നെയാണ് ഞാൻ സിനിമയിലേക്കുള്ള ഒരു അപ്രോച്ച്. പിന്നെ ഡെഫിനറ്റ്ലി ദ നറേറ്റീവ് പാറ്റേൺ, ബാഹുലേട്ടൻ്റെ സ്ക്രീൻ പ്ലേ എക്സ്ട്രാ ഓർഡിനറി ആണ്. അത് വായിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഡെഫിനറ്റ്ലി ഞാൻ വായിച്ചപ്പോഴും എനിക്ക് അതേ ഫീൽ കിട്ടി. ഭയങ്കര ക്യൂരിയോസിറ്റി. ഇപ്പം നമ്മുടെ സിനിമ പറഞ്ഞ പോലെ ഒരു മിസ്റ്ററി ഡ്രാമ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പം അത് വായിക്കുമ്പോൾ ആ ഒരു ഫീല് കറക്റ്റായിട്ട് തന്നെ ഇവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് പുള്ളി എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി സ്ക്രീൻ പ്ലേ ആൻഡ് ദ ടീം ആണ് ഇതിലേക്കുള്ളൊരു ഫസ്റ്റ് ഒരു ഇംപ്രഷൻ. അതിൽ ബാഹുൽ തന്നെ പറയുന്നുണ്ട് അന്താക്ഷരിയിലുള്ള ആക്ടിങ് പെർഫോമൻസ് കണ്ടിട്ടാണ് സന്ദീപിലേക്ക് എത്തുന്നതെന്ന്. അതിലും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് സന്ദീപിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ആൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഈ ഇക്കോയിലേക്ക് വരുമ്പം ഈ ഒരു ഫാക്ടറിനെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഈ സിനിമ മൊത്തം അതായിരുന്നു. എൻ്റെ കാര്യങ്ങളെ അല്ല സിനിമയിൽ ഞാൻ പോർട്രേ ചെയ്തേക്കുന്നത്. ഒന്ന് സംസാരിക്കുന്ന രീതിയാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ നോർമലി സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു കൊളോക്കലായിട്ടുള്ള ഒരു ഡയലോഗോ അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ നിന്നിട്ട് ഇംപ്രൊവൈസ് ചെയ്ത് ഒരുപാട് മാറ്റാൻ പറ്റുന്ന ഒരു കോൺവെർസേഷനും അല്ല സിനിമയിൽ. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത് തന്നെ ഒരു ഗീവ് ആൻഡ് ടേക്ക് എല്ലാം ഒരു റിതത്തിലാണ് പോകുന്നത്, ഡയലോഗ്സ് എല്ലാം. അപ്പം നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ച് പുള്ളി ഉദ്ദേശിക്കുന്ന കുറേ മീറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സംസാരിക്കണം എന്നുള്ള. അപ്പോൾ ഭയങ്കര റിസ്ട്രെയിൻ ചെയ്ത് കൺട്രോൾഡായിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി ഇറങ്ങി കഴിയുമ്പോൾ നല്ല പണിയെടുത്തു. ചേട്ടാ, ഇപ്പം കഴിഞ്ഞ സിനിമയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്നതിൽ കംപ്ലീറ്റ്ലി മീറ്റർ മാറുന്നുണ്ട്, അല്ലെങ്കിൽ അതെ ഒരുപാട് നുവാൻസസ് വരുന്ന ക്യാരക്ടേഴ്സിലേക്ക് ത്രില്ലറുകൾ തന്നെ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വീണ്ടും ഒരു മിസ്റ്റീരിയസ് ത്രില്ലറിലേക്ക് വരികയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ കഥയിലേക്ക് ഹുക്ക് ചെയ്തത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് ഹുക്ക് ചെയ്ത് മെയിൻലി ഡയറക്ടറും ക്യാമറമാൻ റൈറ്ററുടെയും കോമ്പിനേഷൻ. നമ്മൾ പലപ്പോഴും കുറേ കഥകൾ കേട്ട് നമ്മൾ സെലക്ട് ചെയ്യില്ല പടങ്ങൾ. പക്ഷെ ചില കോമ്പിനേഷൻ ടീമിൻ്റെ പേരുകൾ കേൾക്കുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ടു മച്ച്. നമ്മളത് മനസ്സുകൊണ്ട് തന്നെ നമുക്ക് ചിലത് പടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിൽ കൊണ്ട് ഇത് ഓക്കെ ആവും അല്ലേ. ദാറ്റ് ഈസ് ദ ഹുക്ക്. ആൻഡ് സ്ക്രിപ്റ്റ് കിട്ടി നോക്കിയപ്പോൾ ഈ
പടത്തിലുള്ള കിഷ്കിന്ദകാന്ഡം പറഞ്ഞ പോലെ തന്നെ വെരി അൺയൂഷ്വൽ റൈറ്റിംഗ് ആണ് ബാബുവിൻ്റെ. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഞങ്ങളെല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ്, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് സ്പെസിഫിക്കലി നമ്മൾ ചിലപ്പോൾ ഒരു ലൈനിൽ നമ്മൾ ചില വാക്കുകൾ ഇവിടേക്ക് സ്വിച്ച് ഓവർ ചെയ്യും, അവിടേക്ക് സ്വിച്ച് ഓവർ, അത് പക്ഷേ ആ മീറ്ററൊക്കെ മാറി എന്താണോ എഴുതിയിരിക്കുന്നത് അതേ മീറ്ററിൽ തന്നെ. ഞാൻ ബാബുവിൻ്റെ അടുത്ത് പറയും, ബാബു പക്ഷേ അത് ഇങ്ങനെ പറഞ്ഞാലും ചേട്ടാ അത് നമ്മൾ പറയുന്നതല്ലേ, അത് നമുക്ക് വേണ്ട, നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ, അത് നമ്മൾ ഓക്കെ ആ ശരി. അത് പക്ഷേ എല്ലാ ലൈനിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 10 ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത്ര എളുപ്പമല്ല അത് പഠിക്കാൻ. അപ്പോൾ അതൊരു ചാലഞ്ചിങ് സംഭവമാണ്. പിന്നെ നമുക്കത് അറിഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു സ്റ്റാർട്ട്, ദിസ് ഇസ് എ ലേണിംഗ് പ്രോസസ്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് ഓഫ് ഇങ്ങനത്തെ ആർട്ടിസ്റ്റ്മാരായിട്ട് അല്ലെങ്കിൽ ഡയറക്ടർ ടീം, ക്രിയേറ്റീവ് ടീമിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ യു ഗ്രോ അലോങ് വിത്ത് ഇറ്റ് എന്ന് പറയുന്നത്. So this has been a very interesting process. What was that hooking point? And of course ഒന്നുകൂടെ ചോദിക്കാനുള്ളത്, ഒരു കാലത്ത് ഭയങ്കര ഫിലോസഫിക്കൽ അണ്ടർടോണോട് കൂടിയുള്ള ത്രില്ലറുകൾ വന്നിരുന്നു, അവിടുന്ന് തിരിച്ചൊരു പോക്കുണ്ടായിരുന്നു, അത്തരം സിനിമകൾക്ക് കിട്ടുന്ന സ്വീകാര്യത വളരെ കുറഞ്ഞു. പക്ഷെ ഇപ്പോൾ എഗെയിൻ നമ്മൾ അത്തരം ഫാക്ടേഴ്സിനോട് ഹുക്ഡ് ആവുന്നുണ്ട്, തിയേറ്ററുകളിൽ ആളുകൾ കയറുന്നുണ്ട്. കമ്മിങ് ബാക്ക് ടു അങ്ങനെ ഒരു എറ കൂടെയാണല്ലോ സംഭവിക്കുന്നത്, അത് തരുന്നൊരു എക്സൈറ്റ്മെന്റ് കൂടെ. അല്ല, അതായത് ഈ ടെക്നിക്കൽ ബ്രില്യൻസ് പിന്നെ ക്രാഫ്റ്റിലുള്ള ഒരു ഇൻക്രെഡിബിൾ ഇതുകൊണ്ട് അവരുടെ ഒരു കൺവിക്ഷൻ. ഇപ്പം വരുന്ന റീസെൻറ്റ് ഫിലിംസ് ഒക്കെ എടുത്താൽ അതാണ് പ്രേക്ഷകർക്ക് അതൊരു ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയി മാറുന്നു. അത് ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദി ഡയറക്ടേഴ്സ് ആൻഡ് ഫിലിം മേക്കേഴ്സ്, ബിക്കോസ് അവരുടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിംഗ് ആൻഡ് യുനോ ലൈക്ക് ബിക്കോസ് ടെക്നിക്കലി ഓൾസോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ടു എക്സ്പ്ലോർ ഇപ്പം സിനിമയിലും. സോ അത് എങ്ങനെ യൂസ് ചെയ്യാം, അത് വെദർ ഇറ്റ് സൗണ്ട് ഇഫക്ട്സ്, അതിലൊരു പ്രധാന ഘടകമാണ് മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, ആൻഡ് ദർ ആർ സോ മെനി വേസ് യു ക്യാൻ എൻഹാൻസ് യുവർ വിഷ്വൽ എക്സ്പീരിയൻസ്. സോ അത് ഇത്തരം ഇപ്പോൾ ബാഹുലിനെയും രഞ്ജിത്തിനെയൊക്കെ പോലെ ഇപ്പം വരുന്ന മോസ്റ്റ് ഓഫ് ദി യങ് ഫിലിം മേക്കേഴ്സ്, സോ അത് ആ ഒരു യുനോ ദാറ്റ് ബ്ലിസ് ഓഫ് എക്സ്പീരിയൻസിങ് ദാറ്റ് മാജിക്കാണ് പ്രേക്ഷകരും. അപ്പം അവിടെ മോർ ദൻ ദി ആ സബ്ജക്റ്റിനെക്കാട്ടും അവർ ദേ ഗോ ഇൻ ടു ദി സിനിമാറ്റിക് എക്സ്പീരിയൻസ് പലതിനും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഒരു പ്ലസ് പോയിന്റാണ്. സോ ഇതിൽ ദിസ് എലിമെൻറ്റ് ഓഫ് യുനോ ദിസ് ഇവരുടെ ഒരു ബ്രില്യൻസ് ആസ് ഫിലിം മേക്കേഴ്സ് രണ്ടാളുടെയും, ആൻഡ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പവർ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മൈ ക്യാരക്ടർ, ദ ടോട്ടൽ സ്റ്റോറി ലൈൻ അത് ഭയങ്കരമായിട്ട് എന്നെ ഫാസിനേറ്റ് ചെയ്തു. എപ്പോഴും അതാണ്, ആ ടോട്ടൽ കഥയാണ് എന്നെ ഫാസിനേറ്റ്. അതിൽ ഈ ക്യാരക്ടറിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം, ഈവൻ ഇഫ് ഇറ്റ്സ് വെരി മൈനർ, മൈറ്റ് ബി ജസ്റ്റ് വൺ സീൻ, പക്ഷെ അത് ഒരു കോൺട്രിബ്യൂഷൻ എലിമെന്റ് ഷുഡ് ബി സബ്സ്റ്റാൻഷ്യൽ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. സോ അങ്ങനെ നോക്കിയിട്ട് ഐ വാസ് ഇൻ ടു ദാറ്റ്. പക്ഷെ സെറ്റിൽ പോകുമ്പം നമുക്ക് ഏതൊരു പടത്തിന്, എനിക്ക് ഇന്നും ഫസ്റ്റ് ഡേ പോകുമ്പം ഇറ്റ്സ് ലൈക്ക് മൈ ഫസ്റ്റ് ഡേ ഇൻ ഫിലിംസ്. സോ അത് വെരി ഓണസ്റ്റ്ലി ഐ എം സേയിങ്, അത് എനിക്കൊന്ന് ഒരുവിധ ആക്ടേഴ്സിനൊക്കെ അങ്ങനെ ആയിരിക്കും. നമ്മൾ പോയി അവിടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് ഇത് നമ്മൾ ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടത് മനസ്സിലാവും. ബിക്കോസ് ഈച്ച് പേഴ്സൺ ഹാസ് എ ഡിഫറെൻറ്റ് വേ ഓഫ് എക്സ്ട്രാക്ടിങ് വർക്ക് ഫ്രം യു. വിൻസെന്റിന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എപ്പോഴും വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആളുകൾക്ക് നമുക്ക് ലൈഫിൽ എവിടെയോ ടച്ച് ചെയ്ത് പോയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം എക്കോയിലേക്ക് വരുന്ന സമയത്തും ആളെവിടേക്കോ നമ്മൾ കണ്ടിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു, പക്ഷെ കഥ നടക്കുന്നത് മറ്റേതോ ഒരു ഡെക്കേഡിലാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ട്. എത്രത്തോളം ഈ പറയുന്ന പോലെ കണക്റ്റഡ് ആവുന്ന ക്യാരക്ടറാണ്? നമുക്ക് ഞാൻ അഭിനയിച്ച സിനിമകളിലൊക്കെ എനിക്ക് അങ്ങനെ അതൊരു ഭാഗ്യം കൊണ്ട് അങ്ങനെ കിട്ടുന്നതാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അങ്ങോട്ട് ഒട്ടും അറിയാൻ പറ്റില്ല, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് അയാൾ ഒരു ലോറി ഡ്രൈവറാണ്, ആളൊരു ലോറി ഡ്രൈവറാണ്. സോ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ ബാഹുലും ദിഞ്ജിത്തും ഇവർ രണ്ടുപേരും കൂടി അതിനെ നെറേറ്റ് ചെയ്ത് ഫസ്റ്റ് എന്നെ അവർ വിളിച്ച് അവരിത് ഫുള്ള് നെറേറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അപ്പം നമ്മളെ ഉള്ളിൽ അങ്ങനെ ഒരു ലോറി ഡ്രൈവർ എന്നുള്ളൊരു പാറ്റേൺ വരും. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടതാണ് അങ്ങനെയുള്ളത്. നമ്മൾ ഓക്കെ എങ്ങനെയാണ്, പക്ഷെ അത് നേരെ ഈ കളത്തിലെത്തുമ്പം അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബാഹുല് നമ്മളെ അവൻ എങ്ങനെയാണോ ആളെ കണ്ടത്, എങ്ങനെയാണോ അയാൾ സംസാരിക്കേണ്ടത്,
ഇങ്ങനെയാണ് അയാൾ ബിഹേവ് ചെയ്യേണ്ടത്, അതിലേക്ക് ബാഹുലി മെല്ലെ വലിച്ചു കൊണ്ടുപോകും. റെഫറൻസ് ഉണ്ടായിരുന്നു. സീലൊക്കെ റെഫറൻസ് ഉണ്ടായിരുന്നല്ലോ അവന്റെ റൈറ്റിങ്ങില് അയാൾ ആ കഥാപാത്രത്തിന് എങ്ങനെയാണോ എഴുതിയത് അങ്ങനെ പുള്ളി നമ്മളെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകും. റൈറ്റിംഗ് ആണ് റെഫറൻസ്. കാരണം അതിലേക്ക് നല്ല റൈറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ സിനിമ ഉണ്ടാവുള്ളൂ. കാരണം പേപ്പേഴ്സിൽ ഉണ്ടെങ്കിൽ സിനിമ ഉള്ളൂ, അല്ലാണ്ട് സിനിമ ഉണ്ടാവില്ല. അപ്പം അത് എഴുതിയ ആൾ തന്നെയാണ് ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞാൽ അതാ അയാള് ഇങ്ങനെ ആ വാക്ക് അങ്ങനെയല്ല പറയുക. കാരണം അത് സാധാരണ നമ്മൾ കട്ട് കേൾക്കുക, നമ്മളിന്ന് തെറ്റിപ്പോയ കട്ട് നിൽക്കുക ഡയറക്ടർ എടുത്തുന്നതാണ്. ഇത് ഇങ്ങനെ അവിടെ ക്യാമറ പോകണം മാറ്റിട്ട് പറയും നമുക്ക് ഒന്നും കൂടി പോവാ, അതങ്ങനെയല്ല പറയുക. പിന്നെ പുള്ളി കാരണം ഭയങ്കര വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ലൈക്ക് ഒരു റൈറ്റർ ക്യാമറമാൻ എന്ന് പറയുന്നത് യൂഷ്വലി അങ്ങനെ കാണാറില്ല. കാരണം നമ്മൾ ബാക്കി എല്ലാ രീതിയിലുള്ള റൈറ്റേഴ്സിനും കണ്ടിട്ടുണ്ട്. സോ ലൈക്ക് ഭയങ്കര ഒരു രസമുള്ള ഒരു ക്രൂ. കാരണം ഇവരെ ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഏതൊരു ആക്ടറെ വിളിച്ചാലും അവർ പോകും. കാരണം ഇവർ ചെയ്തു വെച്ച സിനിമകൾ അങ്ങനെയാണ്. ബാഹുലിൻ്റെ റൈറ്റിങ്ങും എല്ലാവർക്കും അറിയാം. എഴുതിയ 3 കാര്യങ്ങളും, ഒന്ന് ഒരു വെബ് സീരീസ് ആണെങ്കിലും കേരള ക്രൈം ഫയൽസ് 2 ആണെങ്കിലും ഇതാ സിനിമയാണെങ്കിലും എല്ലാം നമുക്ക് അറിയാം. അപ്പം സോ ലൈക്ക് ഡെഫിനറ്റ്ലി ലൈക്ക് ബീങ് ആൻ ആക്ടർ നമ്മൾ ഇത്തരം ആൾക്കാരുടെ കൂടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എങ്ങനെയാണ് അവിടെ ഒന്ന് എത്തിപ്പെടുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ വിളിക്കുന്നത്. സോ ലൈക്ക് ദാറ്റ്സ് എ ബ്ലെസ്സിങ്. സോ ലൈക്ക് നമ്മൾ പിന്നെ മേലോട്ട് നാട്ടൊന്നും ചിന്തിക്കാനില്ല, നേരെ പോവുക, അത് കേൾക്കുക, ഓക്കെ സെറ്റ്, ലൈക്ക് ഓക്കെ ഫൈൻ മനസ്സിലാക്കുക, അത് പോയി വൃത്തിക്ക് ചെയ്തു കൊടുക്കുക, ബാക്കി ഒരു തല്ലി ചെയ്യിച്ചോളും. ഈ പറയുന്ന പോലെ ഭയങ്കര ജഡ്ജ്മെന്റ് ഉണ്ടാവാറുണ്ട് ബിനുചേട്ടൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്ന സമയത്താണെങ്കിലും. ഒരു എക്സൈറ്റ്മെന്റ് ബിനുചേട്ടന് പേഴ്സണലി ഉള്ള പോലെ തോന്നാറുണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോഴും. ഈ എക്കോയിൽ ഇതുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു മൊമെന്റോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ ഒന്നും പറയാൻ പറ്റില്ല. സീരിയസ്ലി ലൈക്ക് ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിച്ച ക്യാരക്ടറാണ്. ലൈക്ക് ദ വേ ലൈക്ക് അവർ അത് ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഇല്ല. ബട്ട് ലൈക്ക് ആ കഥ പറഞ്ഞു പോകുന്ന രീതിയുണ്ട്. അത് ഞങ്ങളിവിടെ ഇരുന്ന് ഞങ്ങൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിലിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു രസം പോകും. നമ്മൾ അത് കാണുമ്പോൾ ഫ്ലോ അത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങളത് മറച്ചു വെക്കുന്നതും. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് ഒരു ക്യാരക്ടറിനോട് കണക്റ്റഡ് ആവുന്നത്, ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫ്ലോ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇതിനെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. പിന്നെ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ രസമില്ല. കാരണം നമ്മളിത് തിയേറ്ററിലേക്ക് നിങ്ങൾ വന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഫേർട്ട് മുഴുവൻ ഞങ്ങളെല്ലാവരും ലൈക്ക് എൻറ്റയർ ടീം എടുത്തത്. നിങ്ങൾ അവിടെ വന്നിരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗിയുള്ള ക്യാരക്ടറിലേക്ക് നമുക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്ന മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മൂമെന്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും എനിക്ക് മാത്രമല്ല, എനിക്ക് സന്ദീപിന് വിനീതേട്ടന് എല്ലാവർക്കും അങ്ങനത്തെ മൂമെന്റ്സ് ആണ്. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്ത ടെറൈൻസ് അങ്ങനത്തെ ടെറൈൻസ് ആണ്. ലൈക്ക് അതിൻ്റെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഒരു ഷോട്ട് എങ്ങനെ എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മളവിടെ പോയി നിന്നിട്ട് സീലേക്ക് ഞാൻ ഒരുപാട് പടത്തിൽ ടെക്നീഷ്യനായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അവിടെ പോയി ആദ്യം നിന്നിട്ട് ഞാൻ പറഞ്ഞു ആഹാ എങ്ങനെയോ ബാഹുലി ഇവിടെ ഇതെങ്ങനെ നടക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളെ കാണുമ്പോൾ എനിക്ക് ഇയാൾ എങ്ങനെയാണ് ഈ സീൻ എടുക്കാൻ പോണത്. അതാണ് എൻ്റെ മനസ്സിൽ അവിടെ ഒക്കെ എപ്പോഴും പോയത്. ഇയാൾ എവിടെ ഇരിക്കും ക്യാമറ വെക്കുക, ഇങ്ങനെ ഇയാൾ ചെയ്യാൻ പോകുന്നത് ഇയാൾ. കാരണം നമ്മളപ്പോൾ താഴോട്ട് നോക്കുമ്പോണ്ടാവും അവിടുന്ന് മറ്റേ ജിബുമായിട്ട് ആൾക്കാർ കയറി വരുന്നത്. അവൻ ഇതിപ്പോൾ എവിടെ ഇടുക, ഇവനെവിടെ ഞങ്ങൾ കാണാത്തൊരു സ്ഥലം കണ്ടത്. അത് ഭയങ്കര എക്സൈറ്റിങ് ഇനി അയാളത് എങ്ങനെ അതിനെ ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഈ സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ ടെറൈനാണ് ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടായ ഭാഗം. അതൊരു അച്ചീവ് ചെയ്ത് ഞങ്ങൾ അവിടെ കൊണ്ട് വരുത്തിച്ച് ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ച്. സോ ലൈക്ക് ഇത് ടീമാണ്, ആ ടീമിൻ്റെയാണ് ഈ സിനിമ. സോ ലൈക്ക് ആ ടീമിൻ്റെ എഫേർട്ടും അവരുടെ എല്ലാം ഞങ്ങളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഞങ്ങളാണ് അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്, ഞങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. ഈ പറഞ്ഞ പോലെ ടീച്ചറെ കണ്ട സമയത്ത് വി ഫെൽ ലൈക്ക് എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണിത്, എന്തൊരു ഭംഗിയുള്ള വിഷ്വലാണെന്ന് വിചാരിക്കും. പക്ഷെ അത് ഡേഞ്ചറസ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയുമ്പോഴാണ്. അതാണ് ആ അയാളുടെ കഴിവതാണ്. കാരണം അത്രയും ഭയങ്കര മനോഹരമായിട്ട് അതിനെ പിക്ചറൈസ് ചെയ്യുക എന്ന് പറയുന്നതും അതിനെ ഭയങ്കര രസമായിട്ടുള്ള ഷോട്ട്സ് എടുക്കുക എന്ന് പറയുന്നതും. ടീച്ചറിൽ തന്നെ സന്ദീപ് ഓടി പോകുന്നൊരു ഷോട്ടുണ്ട്, ഒരു ക്ലിഫിന്റെ സൈഡിൽ കൂടെ ഓടുന്ന ഒരു ഷോട്ടുണ്ട്. കാട്ടുകുന്ന് അങ്ങനെ പറയുമ്പോൾ
സന്ദീപ് ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് ഓടി, പിന്നെ കാണിക്കുന്നത് ഒരു ക്ലിഫിന്റെ സൈഡിൽ കൂടെ ഓടുന്നുണ്ട്, ഒരു ലോങ് ഷോട്ട്. അപ്പൊ അതൊക്കെ തിയേറ്ററിൽ കാണുന്ന കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് അത് ഭയങ്കര ഭംഗിയുള്ള പരിപാടിയാണത്. ഭയങ്കര അയാളുടെ എഫേർട്ടും ഈ രണ്ട് ആൾക്കാർ, രഞ്ജിത്തിൻ്റെയും ബാഹുലിൻ്റെയും അവരെ ഐഡിയനോട് കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, അതായത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ആദ്യം അങ്ങേരത് സമ്മതിക്കണം, ഓക്കെ നിങ്ങൾ പോയി ഷൂട്ട് ചെയ്യും എന്ന് പറയുന്നത്. പിന്നെ അവിടെയുള്ള സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള മിസ്റ്റർ ഷാഫി ചേട്ടൻ്റെ മെനക്കെടുകൾ, ഞങ്ങൾ എത്തിക്കണം, ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ചൊറിയും, ഇതെന്താ തീരാത്തത്, എപ്പോഴാ വിട്ടു പോകാൻ പറ്റുക, എനിക്ക് നാളെ ഡേറ്റ് ഇല്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഇതൊക്കെ ഒരു ഡീൽ ചെയ്ത് എത്തിക്കണ്ടേ. സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര രസമായിരുന്നു. കാരണം ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ പല ജനറേഷനിലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. ടെക്നീഷ്യൻസിലാണെങ്കിലും ദിയർ ലൈക്ക് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസ് ടീമിൽ വരുന്നുണ്ട്. സോ ഇവരുടെ ഒക്കെ കൂടെയുള്ള ഒരു യാത്രയല്ലേ ഈ സിനിമ എന്ന് പറയുന്നത്. അത് ഇത്ര രസമുള്ള പരിപാടിയായിരുന്നു. ഡെഫിനറ്റ്ലി എൻവയോൺമെന്റ് ആണ് ഇതിന്റെ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മളെല്ലാവരും വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ, അത് പല രീതിയിൽ ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്നത്, അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായി. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ടല്ലോ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഞാൻ മറ്റേ ഒരു ക്ലിഫിൻ്റെ മേളിൽ ഇങ്ങനെ കൈ പൊക്കി നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിൻ്റെ ഷൂട്ടിൻ്റെ നമ്മൾ പോകുന്നത് ഈ പറയുന്ന മിനിച്ചണ്ടൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളൊരു ജീപ്പിലെടുത്ത് മേളിൽ പോകണം, അവിടെ നിന്ന് കുറേ നടക്കണം, നടന്ന് നമ്മളൊരു മുട്ടക്കുന്ന് പോലത്തെ ഒരു ഏരിയ, ഒരു വലിയൊരു സ്പേസിലേക്ക് എത്തും. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ അവിടെ ക്രൂ ഒന്നുമില്ല. അപ്പോൾ ഇത് ഇവിടെ അല്ലേ ഷൂട്ട്, ഇത് എവിടെയാണ് ഷൂട്ട്? അപ്പം നമ്മൾ സൈഡിൽ കൂടെ പോകുമ്പോൾ ഇതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, ഭയങ്കര എഡ്ജായിട്ടുള്ള മറ്റേ ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ ചോദിച്ചെങ്കിൽ അവിടെയൊന്നും എന്തായാലും ആയിരിക്കത്തില്ല, ഇവിടെയൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ബാലിയുടെ മുന്ന് ഇവിടെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചാൽ എവിടെയാണ്? അവിടെയാണെന്ന്. അവിടെ വേണോ? അപ്പോൾ ഓക്കെ. പിന്നെ ചോദിച്ചപ്പോൾ റോപ്പ്, ഇനി റോപ്പ് കിട്ടാൻ ഇവിടെ ആകാശം മാത്രമേ ഉള്ളൂ, അതിന്റെ മേലോട്ടൊരു സ്ഥലമില്ല. അങ്ങനെ. അപ്പം ഞാനിപ്പം ഇത് പോസ്റ്റർ ഇറങ്ങിയപ്പോഴേ കുറെ പേര് ഏന്നൊക്കെ പിടിച്ച് ഇടിക്കണം. ഞാൻ അവിടെ പോയി പേടിച്ച് കുറച്ച് എന്റെ ഫേസ് നിങ്ങൾ കാണാത്തോണ്ട് ഇങ്ങനെ നിൽക്കണത് അവിടെ. അതുകൊണ്ട് ബാക്ക് ഷോട്ട് വെച്ച് ഞങ്ങള് ഒരു ഷോട്ട് എടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ എല്ലാം റെഡിയായി ഞങ്ങളെല്ലാരും ഓക്കെ. അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പം എടുക്കാൻ പറ്റില്ല എന്ന്, അങ്ങനെ കോട വന്ന് കംപ്ലീറ്റ് മൂടിയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും കൊണ്ട് കാണുന്നില്ല ഇങ്ങനെ. പിന്നെ ഇത് പോകുന്നവരെല്ലാരും ഇങ്ങനെ ഒരേ ഇരിപ്പാ. പിന്നെ അത് ഫുള്ള് പോയി, അത് നീങ്ങി കഴിയുമ്പോഴാണ് പിന്നെയും ഷോട്ട് എടുക്കുന്നത്. വീണ്ടും ഫസ്റ്റ് തൊട്ട് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയായി പിന്നെയും ഒന്നും കൂടി എടുക്കണം. അങ്ങനെ കുറെ മഴ ഒരു രക്ഷയില്ലാത്ത മഴ. ഞാൻ ഒരുപാട് പടം നമ്മള് മഴത്തൊക്കെ ഷൂട്ട് ചെയ്തു. പടം ഞാൻ ചില ദിവസം രാവിലെ എണീക്കുമ്പോഴേ കൊടുങ്കാറ്റും മഴയും എന്തായാലും ചേട്ടാ ഇറങ്ങാറേ അതപ്പോൾ ഇന്ന് ഷൂട്ട്, പിന്നെ ഞാൻ എവിടെ ഷൂട്ട് ചെയ്യും? അല്ല, കാരണം നമ്മുടെ അവിടെ താമസിക്കുന്നവരൊക്കെ സാർ കുറേ തമിഴ്നാട്ടിനെ പോലെ വരും. സാർ റെഡ് അലർട്ട് സാർ, നമ്മ കലമ്പുറം എന്നൊക്കെ പറഞ്ഞിട്ട് തലേ ദിവസം തന്നെ രാത്രി പോവാണ്. രാവിലെ പിന്നെ പറയേ വേണ്ട. അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് അതെ നമ്മളത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പാടില്ല. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ താമസ ഹോട്ടലിൽ ട്രാൻസ്ഫോമർ ബേസ്റ്റ് ഭയങ്കര പൊട്ടിത്തെറിച്ചിട്ട് കറണ്ടുമില്ല, ഭീകര കാറ്റ്, അതിഭീകര കാറ്റ്. ഈ പറഞ്ഞ പോലെ അപ്പം ഇറങ്ങി ഷൂട്ടിങ്ങിന് പോയി. പക്ഷെ അവിടെ എല്ലാം ഈ ഒരു അവിടെയാണ് ഗോഡ്സ് ഗ്രേസ് ഇവരാണെങ്കിൽ നമ്മൾ പറയില്ലേ, കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് നമ്മൾ പറയും ഇത്രയും പ്രശ്നമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു ടീമായാലും കുറച്ച് കഴിയുമ്പോൾ അവർ വേണ്ടല്ലേ ഒരു ബ്രേക്ക് എടുക്കാം, അങ്ങനത്തെ ഒരു അല്ല. പക്ഷെ അത് ബിക്കോസ് അങ്ങനെ നമ്മൾ അങ്ങനത്തെ ആ ഒരു സമയത്ത് ഒരു ഗ്യാപ്പ് കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് മസാജ് ക്ലിയർ ആയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 hour നിൽക്കും. അങ്ങനെ എടുത്ത ഷൂട്ടിംഗ്, അതായത് വർക്ക് തീർന്നു എന്നിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോ നല്ല കളർഫുൾ ക്ലൈം, അത് ഭീകര മഴയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ നമുക്കത് കംപ്ലീറ്റ് ഇല്ല സാർ, അവര് വേറെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ, അവരെപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് മഴയത്ത് സെറ്റപ്പ് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ. അതായത് വാല്യൂ ഓഫ് ടൈം കേട്ടോ. അത് പ്രൊഡക്ഷൻ, നമ്മുടെ പ്രൊഡക്ഷൻ ടീമിന് അവരെ പ്ലാനിങ്ങും, ബിക്കോസ് ഈ ഡയറക്ടർ ഒരു സീക്വൻസ് പറയുമ്പം യു നീഡ് ദാറ്റ് പെർട്ടിക്കുലർ. സോ അതെല്ലാം മുമ്പേ അവർ പ്ലാൻ ചെയ്ത് ദേ വിൽ ബ്രിങ് ദോസ് ആർട്ടിസ്റ്റ് ദേ. സോ ഓഫ് കോഴ്സ് നമുക്ക് വീൽ ഹാവ് ടു വെയിറ്റ്, ബിക്കോസ് ദാറ്റ്സ് പാർട്ട് ഓഫ് ദ ജോബ്. അത് പല സമയത്തും നടന്നിട്ടുണ്ട് അങ്ങനെ. ദിവസം മുഴുവൻ ഇരിക്കേണ്ടി വന്നിട്ട് 5 മണിക്കൂറൊക്കെ എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്.
ഈ ബിനു പറഞ്ഞ കോട വാസ് എ ബിഗ് വില്ലൻ പല സമയത്തും വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും ചെയ്യാൻ പറ്റില്ല. മഴ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഷെയ്ഡ് പിടിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് ഒരു 2 അടി അങ്ങോട്ട് മാറി നിർത്തി വേറെ എന്തെങ്കിലും സാധനം ഷീറ്റൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ക്ലോസ് ഷോട്ടൊക്കെ എടുക്കാന്ന് വെക്കുക. കോട ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് മൊത്തം പോയില്ലേ, ബാക്ക്ഗ്രൗണ്ട് മാറിയില്ലേ. ഒരു ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ സാഹിർ, ഞാൻ വേറെ ആർട്ടിസ്റ്റിൻ്റെ സാഹിർ, ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ സീക്വൻസ് അപ്പോൾ വന്നിട്ട് ഞാൻ ഇന്ന് ഷൂട്ട് നടക്കില്ല, ഫുൾ കോടയാണ്, ഒന്നില്ല കാറിലുള്ള ഷൂട്ടാണ്. ഞങ്ങൾക്ക് കുറച്ച് കാർ അത് പടം കാണുമ്പോൾ പറയാം കാറിലുള്ള ഷൂട്ടാണ്. അപ്പം ഇപ്പോൾ കാർ ഇവിടെ നിന്ന് വരാനാണ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് കഴിയുമ്പോൾ ഇതും പോയ ഒരു ഇതങ്ങോട്ട് ക്ലിയർ ആയപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കാർ. ഇത് കാണേണ്ടത് മൊത്തം പോയിട്ട് റെഡി ടേക്ക് റെഡി ആയി. ഇങ്ങനെ ഇവർ പോയിട്ട് ഭയങ്കര രസമായിരുന്നു. ഇവരുടെയൊക്കെ കോസ്റ്റ്യൂംസ്, ഇവർക്കൊക്കെ ജാക്കറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ തണുപ്പത്ത് മുണ്ട് കൊടുത്താ ഇങ്ങനെ ഈ വേഷം എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കല്ലേ പോകുന്നത്. അപ്പൊ സന്ദീപിന്റെ ലുക്ക് തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ആ ലുങ്കി ആണെങ്കിലും അതൊടുത്തിരിക്കുന്ന രീതി, ആള് റൂമിൽ കൂടെ ഒക്കെ നടക്കുന്നത് എൻറ്റയർലി ഡിഫറെന്റ്. നമുക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല സന്ദീപുമായിട്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ ആണല്ലോ, അത് ഭയങ്കര ചലഞ്ചായിരുന്നു. ഇമോഷണലി ഇത് ചലഞ്ചിങ് ആയിരുന്നോ ക്യാരക്ടർ? ഡെഫിനറ്റ്ലി ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടെറൈൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു നെറേറ്റീവ് സ്റ്റൈലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പം അങ്ങനത്തെ സിനിമകളുടെ ഭാഗമായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏത് ഡയലോഗ് വേണം എങ്ങനെ വേണം പറയാം എന്നുള്ളൊരു ഒരു സ്റ്റേജിലാണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ടുള്ള ഡയലോഗുകൾ ചില മീറ്ററുകളിലൊക്കെ സംസാരിക്കണം. അതേപോലെ വേഷമാണെങ്കിലും കംപ്ലീറ്റ്ലി ഞാൻ ലൈഫിൽ സംസാരിക്കാത്ത രീതിയിലും സംസാരിക്കാത്ത ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഇട്ടാണ് ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ ഞാനിങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഉഫ് ഇങ്ങനെയൊക്കെ എന്നെ ആക്കിയിട്ടാണല്ലോ ഞാൻ അഭിനയിക്കുന്നത് പറഞ്ഞ് ഞാൻ ഓരോ ദിവസം ഇറങ്ങണം. ഇത് ഞാനല്ല ഞങ്ങളാരും ഞങ്ങളെ തന്നെ അങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇതുവരെ സ്വയമേ കണ്ടിട്ടില്ല. അല്ല അത് വേഷം, ഇത് ജസ്റ്റ് നോട്ട് യുവർ കോസ്റ്റ്യൂമിങ് ഓഫ് ദ തിങ്, ആ ഹോൾ ബോഡി ലാംഗ്വേജ് മാനറിസംസ് എല്ലാം ഇപ്പം മാറും. അത് നമുക്ക് എല്ലാവർക്കും ആക്ടേഴ്സ് വി ആർ ജസ്റ്റ് യു നോ ക്രേവിങ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനത്തെ മാസ്റ്റർ ഫിലിം മേക്കേഴ്സ് അത് തരുമ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സാണ്. നമ്മൾ എന്തിടുന്നോ നമ്മൾ അതിലേക്ക് അതായി മാറും. നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, നമുക്ക് തരുന്ന കോസ്റ്റ്യൂം. നമ്മൾ കാണുമ്പോൾ തന്നെ ലുക്ക് അല്ല അത് ഇടുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറും. നമ്മളിപ്പോ ഒരു ലുങ്കി എടുത്ത ഒരാളാണെങ്കിൽ അയാൾ ഇരിക്കുന്ന രീതി വേറെയാണ്, വെള്ളം കൊണ്ടെടുത്ത് വരുന്ന ഒരാൾ ഇരിക്കുന്ന രീതി വേറെയാണ്. അപ്പം ആ ഒരു വ്യത്യാസങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ സോലേക്ക് ഇങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള, അതായത് ആ ഒരു കാലഘട്ടമാണല്ലോ പറയുന്നത്, അതിലേക്ക് ഈ പ്രസന്റ് അല്ലല്ലോ പറയുന്നത്. അപ്പം ആ കാലത്തുള്ള അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ നമ്മൾ ഇന്നേ വരെ ഇട്ടിട്ടില്ല, ജീവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, എങ്ങനെയായിരിക്കും ആ സമയത്ത് എന്നുള്ളത്. എനിക്ക് ന്യൂ ആണ് എക്സ്പീരിയൻസ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു സാധനം പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ല് പാരലി പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാത്തത് കാരണം ഒരു ഇൻഹിബിഷൻസ് ഉണ്ടാവും. ഇത് കറക്റ്റ് ആണോ, ഇതിങ്ങനെ ആയിരിക്കുമോ പോവുക, ഇത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെയാണ് ഈ പറയുന്ന ടീമിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ബാഹുലേട്ടനും രഞ്ജിത്തേട്ടനും അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. അത് ഡെഫിനറ്റ്ലി അവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ അവർ ഡെഫിനറ്റ്ലി ഓക്കെ ഒന്ന് ആലോചിക്കട്ടെ എന്നുള്ള സാധനമില്ല, ഇല്ലടാ അത് ഇതിങ്ങനെ അത്രേ ഉള്ളൂ. അവർക്ക് ഓൾറെഡി കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്, നമുക്ക് ആ ടൈം അങ്ങനെ വേസ്റ്റ് ആവുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഒരു ചാറ്റ് GPT ആണ് ഇവർ രണ്ടുപേരും അല്ലേ, എന്നോട് ചോദിക്കാം കൃത്യമായിട്ടുള്ള ഉത്തരം പെട്ടെന്ന് തരും. അപ്പോൾ അല്ല, കാരണം അവർക്ക് അവരുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റിയാണ് ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ സുഖമായുള്ള കാര്യം. കാരണം ഇത് നമ്മൾ സന്ദീപ് പറഞ്ഞ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് ഡയറക്ടർ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്നുള്ളതിലേക്ക് ഞങ്ങളും പോകും. ഏകദേശം തീരുമാനം അപ്പൊ തന്നെ കിട്ടി. അപ്പൊ അങ്ങനെ ആലോചിക്കണം, അങ്ങനെ റൈറ്റർ വിളിച്ചിട്ട് അല്ല ഇതിങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ആ ഡയലോഗിൽ എന്താണെങ്കിലും അത് ക്യാമറയുടെ അപ്പുറത്തേക്ക് പോകുന്നില്ല, അത് അവിടെ തന്നെ കട്ട്. അങ്ങനെയാണ് റൈറ്റർ, അങ്ങനെ അത് അവിടുന്ന് കട്ട് ചെയ്യും. പെർഫോമൻസിന്റെ കാര്യവും അത് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് അവിടുന്ന് വരും. ചേട്ടാ നമുക്ക് ഒന്നും കൂടി പോവാം, ഒന്നും കൂടി പോവാം എന്നുള്ളത്. അവര് തമ്മിലാണ് ഈ വിനീതേട്ടൻ പറഞ്ഞ ഇത് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുമാണ്. ഓക്കെ സെറ്റ് എന്നുള്ളത് ഞങ്ങൾ ചെയ്തോളാം. കാരണം നമ്മള് അതിന്റെ മേലെ ഒന്നും പറയേണ്ട ആവശ്യമില്ല.
അവർ എഴുതി വെച്ചതിന്റെ മേലോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല, അവർ സമ്മതിക്കൂല. സമ്മതിക്കില്ല. നമുക്ക് കയ്യിലിട്ടിട്ട് ഞാൻ ഇംപ്രവൈസ് ചെയ്യാം. ഉള്ളത് പറയാൻ ബുദ്ധിമുട്ട്. അതിന്റെ മുകളിൽ പറയാൻ അല്ല, അത് വേണ്ടത് തന്നെ. ഈ ബാഹുൽ എന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റ് സ്മൈലാ, അലിഞ്ഞു പോകുന്നതാണ്. അകത്തൊരു ഭയങ്കര ഒരു ബേബി ഫേസ്. വേണ്ടെന്ന് പറയുമ്പോൾ ഈ സ്മൈൽ അലിയിപ്പിച്ച കളയും. അല്ല, പക്ഷെ ആ ടഫ്നെസ് ഓഫ് ദാറ്റ്, ആ കൺവിക്ഷൻ ആണ് അത്. ഈ സ്വീറ്റ്നെസ്സോട് കൂടി തന്നെയാണ് നെഗേറ്റ് ചെയ്യുകയും ചെയ്യാം. അത് വേണ്ടതല്ല, അത് ശരിയായിട്ടല്ലാതെ ഒരിക്കലും യു നെവർ സീ ബാഹുൽ ഫ്രൗണ്ടിങ്. അതേ ചീസ് നമ്മളെന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോഴേ നമുക്കിങ്ങനെ ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആയിട്ട് അടിച്ചെടുക്കും. കാരണം ഇത് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയണോ എന്നുള്ള. അപ്പം ബാഹുൽ അത് ഇങ്ങനെ പറയട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ബാഹുൽ ഇങ്ങനെ ചിരിച്ചിങ്ങനെ നോക്കിയതിന് വേണ്ട വേണ്ടട്ടാ ഏട്ടാ, ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇത് ഇങ്ങനെ പിടിച്ചാൽ മതി, ഇത് പറഞ്ഞാൽ മതി എന്ന് പറയാ. അച്ഛന് വിടൂല. പക്ഷെ ക്രൂനൊക്കെ മൂപ്പരുടെ വേറൊരു സൈഡ് ഇങ്ങനെ ഇടക്കിടക്ക് അത് വരും. എത്ര നേരമായി ചോദിക്കുന്നു. ആ ദേഷ്യം പിടിക്കുമ്പോഴും നമുക്ക് രണ്ട് ഞാൻ പിടിച്ചിട്ട് ദേഷ്യപ്പെടുമ്പോഴേ ബാഡ് വേർഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ബാഡ് വേർഡ് കൊരങ്ങൻ എന്നൊക്കെ ആയിരിക്കും. ഇവിടെ കൊരങ്ങ അങ്ങോട്ട് മാറി വെക്കണമെന്നൊക്കെ പറയത്തുള്ളൂ. അത്രേ ഒരു ഈ ബാഹുലിന് ആനിമൽസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്താ? ലൈക്ക് ആനിമൽ ട്രിലോജി എന്ന് പറയുന്നുണ്ട്. എല്ലാ കഥകളിലും എവിടെയെങ്കിലും ഒരു ആനിമൽ ആയിട്ട് ഈ പ്രത്യേകിച്ച് ഒരു ആനിമലിനെ ആക്ട് ചെയ്തെടുക്കുക. അപ്പൊ അതിലൊരു ഡോഗ് ഇസ് ഫോളോയിങ് യു. അപ്പം ഇത് ഭയങ്കര പരിപാടിയല്ലേ? അതായത് പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു ആനിമലിനെ കൊണ്ടുവന്ന് അവിടെ ടീച്ചറിൽ തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഡോഗ് ബ്രീഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ടീച്ചറിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഇതിന്റെ മുന്നിലുള്ള കഥയിലും ഇതിൽ കൃഷ്ണകാരണത്തില് കൊരങ്ങൻ ഒരു ഫാക്ടർ ആയിരുന്നു. മറ്റേ ഡോഗ്സ് ഇതിലും അങ്ങനത്തെ എന്തൊക്കെയോ എലിമെന്റ് ഉണ്ട്. ചിലപ്പോൾ you should ask Bahul that, because അത് ചിലപ്പോൾ ഒരു കോയിൻസിഡൻസ് ആയിരിക്കും. ബിക്കോസ് the way they think and അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന രീതിയൊക്കെ ഒരു. ഞാൻ ബാഹുലിനോട് ഒരു പ്രാവശ്യം ചോദിച്ചപ്പം ബാഹുല് ഇതിന്റെ എഴുത്തിൽ നിന്നാണ് അവന് ക്രൈം ഫയൽസിലേക്കുള്ളത് കിട്ടിയത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റൈറ്റിംഗിൽ നിന്നാണ് അവന് ക്രൈം ഫയൽസിലേക്കുള്ള ഡോഗിന്റെ ഇത് കിട്ടിയത്. ബാഹുലേട്ടന് ഇതേപോലെ ഇൻസ്പിറേഷൻസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്ക് ഇങ്ങനെ ട്രിയോളജി കുറെ റൈറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളി ആദ്യത്തെ സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ കൊരങ്ങൻ ഇങ്ങനെ വന്നു. അപ്പം അതിനുശേഷമാണ് എക്കോ എഴുതുന്നത്. അപ്പോൾ പുള്ളി ആ സമയത്ത് കിഷ്കിന്ധകാണ്ഡം ഓണായിട്ടില്ല. അപ്പോൾ ആ ഒരു പാരലൽ ടൈമിലാണ് എക്കോ എഴുതുന്നത്, കിഷ്കിന്ധ എഴുതി വെച്ചതിന് ശേഷം. അപ്പോൾ ഇത് രണ്ടിലും ഒരു എലമെന്റ് വന്നപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഒരു ഫൈനൽ ചാപ്റ്റർ എന്തെങ്കിലും ഈ സിനിമകൾക്ക് നടക്കുവാണെങ്കിൽ ആനിമലിന്റെ ഒരു ട്രിയോളജി പോലെ എനിക്ക് ഇറക്കാൻ പറ്റി. അതായത് 3 ഡിഫറെന്റ് ജോണർ ആയിരിക്കും, കണക്ഷൻസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. സ്റ്റാൻഡ് അലോൺ സിനിമകളായിരിക്കും. പക്ഷെ അതിൽ കണക്ട് അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. ഇംഗ്ലീഷ് മൂവീസ് അങ്ങനെ ഒരുപാട് ഉണ്ട്. കാരണം ഒരേ റൈറ്റർ എഴുതിയ തന്നെ 3 സിനിമകളിലും ഒരു കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഒരു കോമൺ സാധനം ഉണ്ടാവും. അല്ല, പുള്ളിക്ക് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ കിഷ്കിന്ധകാണ്ഡം സക്സസ് ആയി. അപ്പം നാച്ചുറലി അതെല്ലാം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പുള്ളി അതിനൊരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരുന്നു, ഈ ഒരു ട്രിയോളജി ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിട്ട് അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കിഷ്കിന്ധകാണ്ഡം കാണുമ്പോഴൊക്കെ ആണെങ്കിലും ബാഹുലിന്റെ റൈറ്റിങ്ങിൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എംപതൈസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടർ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പം കിഷ്കിന്ധകാണ്ഡത്തിലാണെങ്കിൽ പോലും നമ്മൾ ആരോട് എംപതൈസ് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ എംപതൈസ് ചെയ്യാൻ അതിനകത്ത് നിന്ന് ലേൺ ചെയ്യും. അങ്ങനെ ഒരു ഫാക്ടർ നിങ്ങൾക്ക് എക്കോ എന്ന് ഫീൽ ചെയ്തത് എന്തായിരിക്കും? ദാറ്റ് വാസ് മൈ ടേക്ക് അവേ ഫ്രം കിഷ്കിന്ധകാണ്ഡം. അതുകൊണ്ട് രണ്ടും 2 ജോണർ തന്നെയാണ്. കാരണം അതേ പറഞ്ഞു ഇതും കിഷ്കിന്ധകാണ്ഡം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സ്ട്രോങ് ഇമോഷണൽ കണ്ടന്റും ഉണ്ട് ഇതില്. It's not just about mystery or അങ്ങനൊന്നുമില്ല. It's very intense emotional content is in this film. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, ഐ മീൻ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ അതിപ്പോ നമുക്കെല്ലാം we haven't seen the film, so അതിന്റെ ഒരു മാജിക് നമ്മളും
ഞെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്ത് കൊണ്ടുവന്നത്, ഇതിൻ്റെ ഫൈനലിലേക്ക് എത്തിയിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പോർഷൻസ് ഒക്കെ കാണും. ചില സമയത്ത് നമ്മളെ പോർഷൻ ഇവർ എന്താ പറയുക സ്പോട്ട് എഡിറ്റ് വെക്കുമ്പം അതിൻ്റെ മുന്നത്തെ സീന് ചിലപ്പം കാണാൻ പറ്റും. കാരണം അത് കഴിഞ്ഞിട്ടാണ് ഇത് കയറുന്നത് പറഞ്ഞാൽ ഇങ്ങനെ കണക്ഷൻ വെക്കുന്നതെന്നുള്ള കാണാൻ പറ്റും. ഡബ് ചെയ്യാൻ പോകുമ്പം ചെറിയ ചെറിയ സീൻസൊക്കെ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതല്ലാണ്ട് ആ ഒരു ഫുൾ പിക്ചർ എങ്ങനെയാണ് പിന്നെ ഇതിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, എന്നെ പേഴ്സണലി എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കും കൂടിയാണ്. കാരണം കിഷ്കിൻ്റെ കാണ്ടം അങ്ങനെ അസാധ്യ മ്യൂസിക്കാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലൈക്ക് ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. സോ ലൈക്ക് അതേ പുള്ളി തന്നെ വീണ്ടും മുജീബൻ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പം ഉണ്ടാക്കുന്ന ഒരു എക്സൈറ്റിംഗ് ഉണ്ട്. ലൈക്ക് ഒരു ആ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടുതൽ തന്നെയാണ് എനിക്ക് പേഴ്സണലി. കാരണം വെച്ചാൽ ഭയങ്കര രസമുള്ള ഭയങ്കര രസം കേട്ടിങ്ങനെ ഇരിക്കാൻ തോന്നുന്ന ഒരു മ്യൂസിക്കാണ് പുള്ളി പിടിച്ച. പ്രേക്ഷകർക്ക് ഒരുപാട് എക്സൈറ്റിംഗ് സർപ്രൈസിങ് മൊമെന്റ്സ് ഉണ്ട് അതിൽ ടു ടേക്ക് അവേ. ആസ് യു സെഡ്, ഒരു പടം കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ മനസ്സിലതിങ്ങനെ ഇപ്പൊ ഞാൻ തുടരും കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് കുറേ ദിവസം എനിക്ക് ലാലേട്ടൻസ് ക്യാരക്ടർ വാസ് ജസ്റ്റ് ഫ്ലോട്ടിങ് ഇൻ മീ. പിന്നെ ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അങ്ങനെ ഒരു ഇറ്റ് വിൽ ജസ്റ്റ് ഹോണ്ട് യു. സം ഫിലിംസ് അല്ലേ നമുക്ക് കുറേ ദിവസം അതിങ്ങനെ ഇപ്പം ചില നമ്മൾ OTT കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 2-3 ദിവസമൊക്കെ അതന്നെ ഇങ്ങനെ ഇറ്റ് വിൽ ജസ്റ്റ് ഫ്ലോട്ട് ഇൻ യു. അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഡെഫിനറ്റ്ലി അങ്ങനത്തെ മൊമെന്റ്സ് ഉള്ളൊരു സിനിമയാണ് ഇത്. സോ പ്രേക്ഷകർക്ക് തീർച്ചയായും ഇത് എൻ്റെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ടും വാട്ട് എവർ ഐ ഹവ് സീൻ ഉള്ള എൻ്റെ ഒരു ജഡ്ജ്മെന്റ് ആണ്. സോ അതിൻ്റെ ഒരു 10 മടങ്ങായിരിക്കാം വെൻ ദ ഫിലിം കംസ്. സോ നിങ്ങൾ പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് വരുന്നുണ്ട്. ഇത്രയും ടീസർ കണ്ടതിനെക്കാട്ടിലും ഒരുപാട് മുകളിലേക്ക് വരുന്നുണ്ട്. സോ വി ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ 21st സിനിമ കാണാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടൈം ആൻഡ് ദിസ് മൂവി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു.